மைனா, இது வேலாயுதங்குட்டி, என் நண்பன் ஊர்ல இருந்து வந்திருக்கு. வணக்கம். ഇത് മൈന, എന്റെ ഭാര്യ. നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇത് നാട്ടു ചെനുക്കാത്തനോടൊന്നും പറഞ്ഞു വിടണ്ട. ഞാൻ മുമ്പ് താമസിച്ചോടൊന്നും പൊക്കിയതാ. മുടിഞ്ഞ പ്രേമം തന്നെ. എന്താ മൈനാന്ന് പേരിട്ടത്? വേറൊന്നല്ല, ഇവളെ ഇടക്കിടക്ക് പറക്കും. ആ മൈന, இந்த ബാഗ് എടുത്തുള്ളവേ. നിക്ക് 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 നിക്ക്. വേലായുധൻകുട്ടി ബാഗ് അകത്ത്, വേലായുധൻകുട്ടി പുറത്ത്. ഇവിടെ ആകെ ഒരൊറ്റ മുറിയേ ഉള്ളൂ. മൈന, அந்த കട്ടിലെ തൂക്കി വെളിയെ പോടുമാ. വെളിയിലോ? അതെ. അപ്പൊ മഴ പെയ്ത ഞാൻ എന്ത് ചെയ്യും? കൊള്ളണോ? അയ്യോ സാരല്ല, ഞാൻ എനിക്ക് പറ്റിയൊരു സ്ഥലം നോക്കുന്നുണ്ട്. അത് കിട്ടുന്നത് വരെ ഇവിടെ എവിടെങ്കിലും ഒക്കെ കൂട്. നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിയാണ്. ഒരു 1.5 ലക്ഷം കൊതുണ്ട് ഇവിടെ. പേടിക്കണ്ട, എന്നെ അങ്ങനെ തൂക്കിയെടുത്തൊന്നും കൊണ്ടുപോയില്ല. അത്ര തന്നെ മൂട്ടിയുടെ അടിയില്. പിന്നെ ആവശ്യത്തിലുള്ള കുറുക്കന്മാരും. ഭംഗി ഇല്ലാന്ന് പറഞ്ഞുകൂടാ. ஏற்கனவே வெளியே தாண்டா இருக்கேன், இன்னும் எங்கடா வெளியே கூப்பிடுற? முடியுமா? உன் புருஷனை அடக்கி வை. உள்ள நானே பேசல. நீ இந்தாங்க காப்பி. വേലായുധാ, ഞാനൊരു കാര്യം പറയട്ടെ. പടച്ചോൻ വന്ന് കയറാത്ത ഒരൊറ്റ വീടും ഈ ദുനിയാവിലില്ല. അങ്ങോട്ട് വരുമ്പോ വിളിച്ചകത്തിരുത്തിക്കോണം. അല്ലാതെ ആളെ മനസ്സിലാതെ പോയ അടുത്ത ശനിയാഴ്ച പോകാന്ന് പറഞ്ഞ് വിട്ടാൽ സംഗതി പോക്കാ. നിന്റെ പടച്ചോനിപ്പം ബാർബറ രൂപത്തിലാണ് വന്നിരിക്കണേ. വിളിച്ചകത്തിരുത്തിക്കോ, വിടണ്ട. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബാർബർ ആയിരുന്നിരിക്കും. കഴിഞ്ഞ ജന്മത്തിലല്ലേ ഇഷ്ടാ, ഇപ്പൊ തന്നെ നീ ഒരു ബാർബറാണ്. അതിനെന്താ സംശയം? എടോ, താടിയായിട്ടോ മീശായിട്ടോ തലമുടിയായിട്ടോ സ്വന്തം മുടി വരിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? അങ്ങനെ നോക്കിയാ എല്ലാരും ബാർബർമാരാണ്, അല്ലേ? എന്റെ അമ്മ അഴകപ്പൻ. സാർ, ഒരു പണി നടന്നില്ല. ഞാൻ ബസ് സ്റ്റാൻഡിക്ക് പോകലേ. போகலையா? ஏன்டா போகல? போக முடியல சார். நாளைக்கு வா. நாளைக்கு நான் வருவேன். இன்னைக்கு நான் போறேன். போவல்ல? ஆமா. ഇത് എന്തിനോ പോലീസ് കള്ളനെ പോക്കറ്റ് അടിക്കാൻ പ്രേരിപ്പിക്കും. ഏറെ പോലീസുകാർ എന്നോട് പറയലുണ്ട്, കുഞ്ഞിക്കാതറെ പോക്കറ്റ് അടിക്കല്ലേ, പോക്കറ്റ് അടിക്കല്ലേ, പോക്കറ്റ് അടിക്കല്ലേ എന്ന്. ഈ ആളുകൾപ്പം പോക്കറ്റ് അടുപ്പിച്ചേ അടങ്ങൂ. நீங்க பார்பரா? மைனாக பொன்முடியில் பொன்னுருகி தூவி போய், மைனாக പൊന്മുടിയിൽ പൊന്നുരുകി തൂവി പോയി, വിഷുക്കണി കൊന്ന പോലും കാലിൽ പൊൻപൂവണിഞ്ഞു, തൂമഞ്ഞും പൊന്നുത്തായി പൂവെല്ലാം പൊൻപണമായി, മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവി പോയി. തന്തികളിൽ മോഹത്തിൻ നീലാംബരികൾ തെളിയുന്നു മായുന്നു, ആതിര പെണ്ണാളിൻ മണിവീണ തന്തികളിൽ മോഹത്തിൻ നീലാംബരികൾ തെളിയുന്നു മായുന്നു, ദശപുഷ്പം ചൂടുമ്പോ ദശപുഷ്പം ചൂടുമ്പോൾ മനമുണരും കള
ഭംഗിയിലാടുന്നു കൈവളകൾ. വിഷുക്കണി കൊന്ന പോലും താലിപ്പൊൻപൂവണിഞ്ഞു തൂമഞ്ഞും പൊന്മുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവി പോയി. പൊന്നമ്പലമുണരുമ്പോൾ പാടാൻ മറന്നുറങ്ങും പൈങ്കിളിയും പാടിപ്പോയി. ചേങ്ങിലതാളത്തിൽ പൊന്നമ്പലമുണരുമ്പോൾ പാടാൻ മറന്നുറങ്ങും പൈങ്കിളിയും പാടിപ്പോയി. പൂവേ തൊലി പാടുന്നു കരയിൽ ഇന്നൊമ്പിലിക്കൊമ്പിലാടുന്നു പൂന്തളിരും. വിഷുക്കണി കൊന്ന പോലും താലിപ്പൊൻപൂവണിഞ്ഞു തൂമഞ്ഞും പൊന്മുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവി പോയി. മുത്തശ്ശി പറഞ്ഞതുപോലെ എന്നെ വേൽമുരുകൻ തുണച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അവൻ രക്ഷപ്പെട്ടുല്ലോ, അത് മതി. ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറായ കുഞ്ഞിക്കാദർ മുഖാന്തരം എനിക്കിവിടെ തന്നെ ഹെഡ് ക്ലീനിംഗ് സെക്ഷനിൽ ജോലി കിട്ടി. ദിവസവും ധാരാളം ഹെഡ് ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവന് സ്പോർട്സ് കോട്ടായി കിട്ടുമെന്ന്. ഇപ്പൊ എന്തായി? എന്തിന്റെ ഹെഡാണ് കൂട്ടാ ക്ലീൻ ചെയ്യാനുള്ളത്? അതായത് ഈ ലെതർ ഫാക്ടറി അല്ലേ, അപ്പൊ പലതിന്റെ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടി വരും. അതാണല്ലോ ലെതർ. വായിക്ക് വായിക്ക്. നീ വായിക്കട്ടെ. ഞാൻ ഇതോടൊപ്പം അമ്മിണിക്കും എഴുതിയിട്ടുണ്ട്. അമ്മിണി, എടി അമ്മിണി, അവൾ എവിടെടി? ഇങ്ങോട്ട് ഇറങ്ങി വടി. എടി ഇങ്ങോട്ട് ഇറങ്ങാൻ. ആ തെണ്ടിയോട് ആരടി പറഞ്ഞേ ഇങ്ങോട്ട് കത്തെഴുതാൻ? പറയടി. കത്ത് എനിക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടാച്ചാ. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. മതി, കിടന്ന് ബഹളം വെക്കണ്ട. എന്റെ നെഞ്ചത്ത് കയറി കളിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല. ഒരെണ്ണുള്ളൂന്ന് വിചാരിച്ച് കൊഞ്ചിച്ച് അവസാനം എനിക്കത് ആകാശക്കോടാലിയായി. വേണ്ട വേണ്ടെന്ന് ഞാനും വിചാരിക്കാൻ തുടങ്ങിട്ട് കുറെ കാലമായി. എന്താടി, അച്ഛനൊരു വിലയില്ലേ ഇവിടെ? അവന്റെ ഒരു കത്തും. അങ്ങനെ എന്താടോ വണ്ടി റെഡി. എന്താ? ഇടിച്ചോണ്ട് റിപ്പയർ കഴിഞ്ഞ് റെഡിയായി. മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും ഞാൻ. നടോ. എഴുത്തിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി എടുത്തോ മോളെ. കൂട്ടി വെച്ചാ വായിക്കാൻ പറ്റും.